തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ്യ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ സംഗമം ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ 86 പേർക്കാണ് പദ്ധതി പ്രകാരം വീട് നൽകുന്നത്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമമാണ് ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്നത്. PMAY പദ്ധതി പ്രകാരം എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 312 പേർക്കാണ് ആകെ വീടുകൾ നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 2024-25 വർഷത്തിൽ 86 പേർക്ക് വീടുകൾ നൽകും. പദ്ധതി പ്രകാരം ഓരോ വ്യക്തികൾക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ 70,000, ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000, ജില്ലാ പഞ്ചായത്ത് 98,000, സംസ്ഥാന ഗവൺമെൻറ് 48,000, കേന്ദ്ര സർക്കാർ 78,000 എന്നിങ്ങനെയാണ് തുക നൽകുന്നത്. അന്ന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ഇതിലുണ്ടായിരുന്നില്ല. ഇന്ന് ത്രിതല പഞ്ചായത്തുകളുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഫണ്ട് വിനിയോഗിച്ചാണ് 4 ലക്ഷം രൂപ PMAY പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് ഒരു വീടിന് 70,000 രൂപ നീക്കിവെക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് 1,12,000 രൂപ നീക്കിവെക്കണം. ജില്ലാ പഞ്ചായത്ത് 98,000 രൂപ നീക്കിവെക്കണം. സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് 78,000 രൂപയും ബാക്കിയുള്ള 48,000 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് നീക്കിവെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 4 ലക്ഷം രൂപ 5 ഏജൻസികളിൽ നിന്നാണ് ഇത് വരുന്നത്. കേന്ദ്ര, സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമ പഞ്ചായത്തുകളിൽ നിന്നാണ് ഈ പൈസ വരുന്നത്. ഇതിൻ്റെ ഒരു വലിയൊരു പിന്തുണയാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഏകദേശം 2,20,000 രൂപയാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് മാറ്റിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സഫിയ വലിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. VO സുകന്യ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിത്ര പ്രഭാകരൻ, സരിത, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മുഹമ്മദ് റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കലാറ്റൂർ.